ബംഗ്ലാദേശിൽ കലാപം അതിരുവിട്ട് അവിടുത്തെ പ്രധാനമന്ത്രിക്ക് നാടുവിടേണ്ടി വന്ന സാഹചര്യം ഇവിടെയും ആവർത്തിക്കുമെന്ന് കോൺഗ്രസ് നേതാവ് സൽമാൻ ഖുർഷിദ് പറഞ്ഞിരിക്കുന്നു. സൽമാൻ ഖുർഷിദ് വെറുതെ പറഞ്ഞത് ഇൻഡോറിൽ നടന്ന ഒരു വലിയ പ്രതിഷേധ റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പറഞ്ഞത്. ഇത്തരം ചിന്താഗതി വെച്ച് പുലർത്തുന്ന മാധ്യമങ്ങൾ ഈ രാജ്യത്തുണ്ട്, കേരളത്തിൽ പോലുമുണ്ട്. അത്തരത്തിലുള്ള മാധ്യമപ്രവർത്തകരുണ്ട്, അത്തരത്തിൽ മനസ്സിൽ കരുതുന്ന ഒരുപാട് ആളുകൾ നമ്മളുടെ രാജ്യത്തുണ്ട്. അവർക്കൊക്കെ ഉത്തേജനം പകരുന്ന രീതിയിൽ സൽമാൻ ഖുർഷിദ് പറഞ്ഞത് അതിനുള്ള സൂചനയാണ് 2024 കണ്ടത്. പുറമെ കാണുന്നത് വളരെ ശാന്തമാണെങ്കിൽ ഉള്ളിൽ ഒരു അഗ്നിപർവ്വതം പുകയുന്നു. അത് ബംഗ്ലാദേശിലെ പോലെ ഒരു ദിവസം പൊട്ടിത്തെറിക്കുക തന്നെ ചെയ്യും. ഇവിടെ ഭരിക്കുന്നവർ നാട് വിടേണ്ടി വരുമെന്ന് പറയുന്നു. ഏതായാലും അത്തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകുമോ എന്നറിയില്ല. സൽമാൻ ഖുർഷിദിൻ്റെ ഈ ഒരു പ്രസ്താവന കോൺഗ്രസിനെയും വെട്ടിലാക്കിയിട്ടുണ്ട്. ഏതായാലും ഇന്ത്യ പോലൊരു രാജ്യത്ത് അത് വളരെ എളുപ്പം സാധ്യമാകുന്ന ഒന്നല്ല. രാഷ്ട്രീയമായ വ്യത്യാസങ്ങളുണ്ടാകാം, ജാതീയപരമായ ചില വ്യത്യാസങ്ങളുണ്ടാകാം. പക്ഷേ രാഷ്ട്രമെന്ന ഒറ്റ ചിന്താഗതിയിൽ മുമ്പോട്ട് പോകുന്ന ഒരു വലിയ വിഭാഗം ഇവിടെയുണ്ട്. അത് ഇപ്പോൾ നാം ബ്രിട്ടനിലും കാണുന്നുണ്ട്, UK-യിലും. അവിടുത്തെ ആ ഒരു തദ്ദേശീയരായവരുടെ വലതുപക്ഷ മുന്നേറ്റത്തിൽ തകർന്നടിയുകയാണ് അവരെ ഇത്രയും നാൾ ചൊറിഞ്ഞിരുന്നവർ. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.